എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ദാൽ കൊണ്ടിട്ട് ഒരു ചപ്പാത്തിക്കും റോട്ടിക്കും വൈറ്റ് റൈസിനൂടെയും ഒക്കെ ചേർന്ന് പോകുന്ന ഒരു കറിയാണ് തടുക്ക ദാൽ. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഇത് കണ്ടോ, റെഡ് കളറിലെ ദാലാണ്. അതായത് മസൂർ ദാൽ എന്ന് പറയും. അത് പിളർക്കാത്ത മുഴുവൻ ദാലാണ്. പിന്നെ ഇതിൻ്റെ മഞ്ഞ കളറും കിട്ടും. പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾ, ഇത് ഗരം മസാല, അതായത് പട്ട ഗ്രാമ്പൂ തക്കോലം ഇങ്ങനെ ഉള്ള സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കസൂരി മേത്തി, മല്ലിയില, ഉപ്പ്, ഇതൊരു 7-8 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ജീരകം അതായത് ചെറിയ ജീരകം, പിന്നെ വേണ്ടത് കായപ്പൊടി, ഇത് നെയ്യാണ്, വെളിച്ചെണ്ണ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഡിഷിന് വേണ്ടിയിട്ട് വേണ്ടത്. എളുപ്പമാണ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ഈ ദാല് ഞാൻ കഴുകി 1 മണിക്കൂറോളം കുതിർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ 1 കപ്പ് എന്നുള്ളത് കുറച്ചുകൂടെ കുതിർന്നപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്രയും കാണുന്നത്. അപ്പം എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് നമുക്ക് കാണാം. നമ്മൾ ഈ തടുക്ക ദാൽ വെക്കാൻ പോകുന്നത് ഈ കുക്കറിലാണ്. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇത് നമ്മൾ പരിപ്പ് വേവിക്കുന്ന പോലെ വേവിക്കണമല്ലോ. പിന്നെ തടുക്ക എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രേവി പോലെ ഇത് പരിപ്പൊക്കെ വേവിച്ച് ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഇത് താളിച്ചൊഴിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതിനാണ്, ടെമ്പർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഈ തടുക്ക എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കർ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് പാത്രം ചൂടായി കഴിഞ്ഞാൽ, നമുക്കിവിടെ വെളിച്ചെണ്ണയിലാണല്ലോ കുക്ക് ചെയ്യുന്നത്, അവസാനം നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം അത് താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ നെയ്യ് താല്പര്യമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അങ്ങനെ പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളി വഴറ്റാനുള്ള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഈ ഒരു സവാള, വലിയ സവാളയാണ്, ഇത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് പച്ചമണം മാറി ഒരു ലൈറ്റ് കളറായിട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സവാള ഏകദേശം വഴണ്ട് തുടങ്ങി, കളറൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും. അത് പൊടിയായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം, ഇങ്ങനെ ചതയ്ക്കണമെന്നൊന്നുമില്ല. ഇനി അതിൻ്റെ ഒന്ന് പച്ചമണം മാറി നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കണം. തീ കൂട്ടി വെച്ചൊന്ന് വഴറ്റുക. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ചേർക്കുകയാണ്. ഈ 2 പച്ചമുളക് മുറിച്ച് വെച്ചേക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ചാണ്. എരിവ് വേണ്ടാത്തവർ ചേർക്കണ്ട. നമ്മൾ ആ താളിച്ചൊക്കെ ചേർക്കുമ്പോൾ ഉള്ള വറ്റൽമുളകിൻ്റെ എരിവുമായാലും മതിയാവും. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നമുക്കിവിടെ എരിവ് ഇഷ്ടമുള്ളവരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. ഇതൊന്ന് മണം മാറിക്കഴിയുമ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് തന്നെ പല രീതിയിൽ വെക്കും കേട്ടോ. ഓരോരുത്തർ ദാൽ വെക്കുന്നത്
ചിലരിങ്ങനെ വഴറ്റാതെ നേരിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ ഉള്ളിയും പരിപ്പൊക്കെ ഇട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഇത് 1-2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഇച്ചാനാണ് കേട്ടോ അരിഞ്ഞു തന്നെ. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക, ആ വെള്ളമൊക്കെ ഒന്ന് മാറുന്നവരെ. നമുക്ക് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾ. നമുക്ക് കളറിൻ്റെ ആ ഒരു ഇതനുസരിച്ച്, നമ്മളിപ്പം ആ എടുത്തിരിക്കുന്ന ദാലാണെങ്കിലും ചുവന്ന ദാലായതുകൊണ്ട് നല്ല കളർ കാണും. അങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് കുക്കായി. നമുക്കിനി കുതിർത്ത് വച്ചിരിക്കുന്ന ദാലിട്ട് കൊടുക്കാം. ദാലിടുകയാണ്. ഇത് നമുക്ക് തുവരപ്പരിപ്പ് വെച്ചും ചെയ്യാം കേട്ടോ. സാമ്പാർ പരിപ്പില്ലേ, അത് തന്നെ പല ടൈപ്പുണ്ട്. നമ്മളിത് കുറച്ച് കൂടുതലുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചക്കത്തേക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ അല്ലാതെയും കഴിക്കാമല്ലോ. നമുക്കിപ്പം ഇരുന്നാലും നല്ലതാണ്. ഇത് 1 കപ്പ് കുതിർന്നപ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് 1/2 കപ്പിൽ ചെയ്യാം, കുറച്ച് മതിയെങ്കിൽ. നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ദാലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഈ കുക്കറിനകത്ത് നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. 1 2 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഞാൻ എപ്പോഴും ഇങ്ങനെ കറികൾക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. തണുത്ത വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ആ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ കുറവാണ്, 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കിയാൽ മതിയല്ലോ. ഇനി നമ്മളിത് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് 5-10 മിനിറ്റ് വേവിക്കുക. ഇത് ഉടഞ്ഞ് വരണം. ഒരു വിസിൽ, നമ്മുടെ ഇപ്പോൾ ചെറിയ കുക്കറായതുകൊണ്ട് ചിലപ്പം 6-7 വിസിലൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ ശരിക്കും 2-3 വിസിലായാലും മതി. തീ കൂട്ടി വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം കുറച്ച് വെച്ച് വേണമെങ്കിൽ 1-2 വിസിലും കൂടെ ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ്, ഒരു 3-4 വിസിൽ വന്നതിന് ശേഷം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പം കുറുകിയായിരിക്കുന്നത്. അപ്പം നമുക്ക് 1 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ കൺസിസ്റ്റൻസി ഇനി ഇരിക്കുമ്പോൾ അത് കൂടുതൽ കുറുകുമല്ലോ. ഞാൻ 1 കപ്പോ അതിൽ കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ. ലൂസായി കഴിഞ്ഞ് തണുക്കുമ്പോൾ ഇനിയും കട്ടിയാവും. ചൂടുവെള്ളം.
ദേ ഈ ഒരു പരുവത്തിൽ ഒന്ന് തിളച്ച് കഴിയണം. തിളച്ച് കഴിഞ്ഞിട്ട് ഇനി ചേർക്കാനുള്ള ഗരം മസാലയാണ്. ഗരം മസാല 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പം 3/4 ടീസ്പൂൺ ഉണ്ട്. ഇപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി പൊടിച്ചാലേ ഉള്ളൂ. 1 ടീസ്പൂൺ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഇത് ഡ്രൈ ലീവ്സ് ആണ്. അത് നമുക്ക് ഇത്രയും ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ ഉണ്ട്. അപ്പോഴാണ് നോർത്ത് ഇന്ത്യൻ മണം കിട്ടുന്നത്. ഉപ്പ് നോക്കാം. തീ കുറച്ച് വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ. ഉപ്പ് സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കുറച്ച് മല്ലിയില ഇരിക്കട്ടെ, അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി താളിച്ചൊഴിക്കണം. നല്ല കളറല്ലേ? ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചു. വീണ്ടും 1 ടീസ്പൂൺ ആയാലും മതി വെളിച്ചെണ്ണ. ഇനി 1 സ്പൂണും കൂടെ, 1 ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇപ്പം നെയ്യ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ അതിനൊരു പരിപ്പാവുമ്പം നല്ലൊരു മണം കിട്ടുമല്ലോ, അതിനാണ് ഞാൻ ചേർത്തത്. അങ്ങനെ വെളിച്ചെണ്ണയും നെയ്യും ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആദ്യം ഈ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ്. അതൊന്ന് ആ ഒരു മണം മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഈ ജീരകം, ഇത് 2 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം, നല്ല ജീരകം, അതുകൂടെ ചേർത്ത് കൊടുക്കണം. അത് ഈ ഉള്ളി അങ്ങ് ബ്രൗൺ ആയി പോവുകയോ മൂത്ത് പോവുകയൊന്നും ചെയ്യരുത്. ഈ ജീരകം ഒന്ന് പൊട്ടണം. ആ ജീരകത്തിൻ്റെ ഒരു പൊട്ടുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ, ജീരകം മൂത്തേൻ്റെ. അതാണ് അതിൻ്റെ ആ ഒരു പരുവം. ഈ സമയത്ത് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന 2 വറ്റൽമുളക്, ഇതിപ്പം പിരിയമുളക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. ജീരകം ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങി. മൂത്ത മണം വന്നു തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഞാനിപ്പോൾ മുഴുവൻ ഒഴിക്കുന്നില്ല, പകുതി നമുക്ക് അതിനകത്ത് ഒഴിക്കാം, കറിക്കകത്ത് ഒഴിക്കാം. മറ്റേ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയും കൂടെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ജീരകത്തിൻ്റെ അല്ലേ? ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഞാൻ
വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ദേ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ബാക്കി താളിച്ച് വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഈ ബാക്കി ഇരിക്കുന്ന മല്ലിയിലയും കൂടെ തൂവിയിട്ട് നമുക്കത് വിളമ്പാം. തടുക്ക ദാൽ റെഡിയായി. നമ്മൾ ബസ്മതി റൈസാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ്. വേറെ വലിയ കറികളൊന്നും വേണ്ട. ഒരു അച്ചാറോ എന്തെങ്കിലും നമുക്ക് ചെറിയ എന്തെങ്കിലും ഡിഷ് മതി. ഇങ്ങനെ തടുക്ക ദാൽ റെഡി ടു ഈറ്റ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ നമുക്ക്? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ല അങ്ങനെ ഈ കറി എന്ത് പെട്ടെന്ന് റെഡിയായതല്ലേ. ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അറിയുന്നത് അല്ലേ. ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും. ഉപ്പൊക്കെ കറക്റ്റാണോ? ഓക്കെ. പലരും ഇത് ചെയ്ത് നോക്കുന്ന ഡിഷായിരിക്കും അല്ലേ. നമ്മൾ പഞ്ചാബി ഡാബയിലൊക്കെ പോകുമ്പം അവിടെ ഈ റോട്ടിയുടെ കൂടെ സ്ഥിരം കഴിക്കുന്നതായത്. അപ്പം ഈ ഡിഷ് പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അലക്സ് അഞ്ജന വ്ളോഗ്സ്. ബൈ.